സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. യഹോദ പുരോഹിതൻ്റെ ആവിഷ്കാരമൊക്കെയും യോവാശ് യഹോവയ്ക്ക് പ്രസാദമുള്ള ചെയ്തു. 2 2 വാക്യം. യഹോദായ എന്ന പേര് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്നിട്ടും അത് ദൈവത്തോടുള്ള സമർപ്പണ പര്യായമാണ്. ഭരണത്തിൻ്റെ ഭൂരിഭാഗ സമയം നല്ല രാജാവായി ഭരിച്ച യഹൂദയ്ക്ക് നന്ദി. യോവാശ് രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം മഹാപുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. യോവാശ് വെറും 7 വയസ്സുള്ളപ്പോൾ അവനെ നിയമാനുസൃത രാജാവായി വാഴിക്കുന്നതിൽ യഹൂദയായിരുന്നു പ്രേരകം. 2 രാജാക്കൾ 12 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിൽ അധികാരം പിടിച്ചെടുക്കാനായിരുന്നില്ല യോവാശിൻ്റെ കിരീടധാരണ വേളയിൽ യഹോയാദ അവർ യഹോവയുടെ ജനമായിരിക്കുമെന്നും യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. ഏറ്റവും ആവശ്യമായിരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൊണ്ട് അവൻ വാക്കുപാടിച്ചു. അവർ യഹോവയുടെ കാലത്തോളം ഇടപെടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു. 2 24 വാക്യം. അവൻ്റെ സമർപ്പണ ഹേതുവായി യഹോദാവിൻ്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ അടക്കം ചെയ്തു. ഈ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദിശയെ എങ്ങനെ വിവരിക്കും? എന്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് നിങ്ങളെ സഹായിക്കാനാണ് ദൈവത്തോട് അപേക്ഷിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ക്ഷണികമായ കാര്യങ്ങൾക്ക് പകരം എൻ്റെ ജീവിതത്തിനായി അങ്ങയുടെ ജ്ഞാനത്തെയും പിന്തുടരാൻ എന്നെ സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ കടം വരാവുന്ന ആവത്തോടെ രോഗദുഃഖം മരണത്തിലെല്ലാം ദൈവം നമ്മെ കാത്തു. ഞാൻ ദൈവം നന്ദി പറയുന്നു. പുതിയ ആവിഷ്കാരം ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.